കേരളത്തിലെ രാജഭരണം അവസാനിച്ചു. ഇനി ജനാധിപത്യ ഭരണം. മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അധികാരത്തിലേറിയതിനു പിന്നാലെ നിരവധി മാറ്റങ്ങളാണ് നമ്മുടെ കേരളത്തിലേക്ക് നടക്കുന്നത്. നാടടച്ചുകൊണ്ടുള്ള സുരക്ഷ വേണ്ട, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകരുത് എന്നാണ് വി.ഡി. സതീശൻ സാർ പറയുന്നത്. ഇന്നോവ കിയ കാറുകളിൽ നടന്ന നമ്മുടെ മന്ത്രിമാര് ഇനി അത്തരത്തിലുള്ള കാറുകളൊക്കെ തിരിച്ചു കൊടുക്കുകയാണ്. അതുമാത്രമല്ല, മന്ത്രിമാർ വരുമ്പോൾ ഒരുപാട് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ റോഡും നാടും ഒക്കെ അടച്ച് സുരക്ഷ കേന്ദ്രീകരിക്കുന്നതും, അവിടെ സൈഡിലേക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരോട് വളരെ മോശമായിട്ട് പോലീസ് അങ്ങോട്ട് മാറി നിൽക്കുക, ഇവിടെ മന്ത്രി വന്നുകൊണ്ടിരിക്കുക, നിനക്ക് കണ്ണില്ലേ, നീ എവിടെയാണ് കയറി പോകുന്നത്, ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ നിർത്തലാക്കുകയാണ്. അതുമാത്രമല്ല, മന്ത്രിയുടെ വാഹനവും പരിവാരങ്ങളും ഒക്കെ ആയിട്ട് ഒരു 19 കാറ് മണിക്കൂറുകളോളം നമ്മളെയൊക്കെ കാവൽ നിർത്തിയിട്ട് കടന്നു പോകുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ, അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ആദ്യമായിട്ട് അതങ്ങ് ഒഴിവാക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ പഴയ മുൻ മുഖ്യമന്ത്രി പൊയ്ക്കൊണ്ടിരുന്ന ഈ കറുത്ത കാറും സംഭവങ്ങളൊക്കെ അത് ഇൻ്റലിജൻസിന് തന്നെ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. ആ കാറൊന്നും നമുക്ക് വേണ്ട, നോർമലായിട്ടുള്ള കാറുകൾ, ഇന്നോവ കാറ് മതി എന്നാണ് പറയുന്നത്. ഇനി വേറെ ഏതെങ്കിലും മന്ത്രിമാർക്കോ ആഭ്യന്തര വകുപ്പിനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് തന്നെ തിരിച്ച് മേടിക്കാവുന്നതാണെന്നും പറയുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ഞാനിങ്ങനെ അകമ്പടികളോടെ, അതായത് പരിവാരങ്ങളോടുകൂടി ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ ആളുകൾ എന്നെ നോക്കി ചിരിക്കും. ഒന്നാമതായിട്ട് അവർ പുറത്ത് പറയില്ലെങ്കിലും ഉള്ളിൽ അവർ എന്നെ നോക്കി ചിരിക്കുകയും അവരുടെ വീടുകളിലും അവൻ്റെ ഒരു പോക്ക് കണ്ടില്ലേ എന്നൊക്കെ പറയുകയും ചെയ്യും. അത് കേൾക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പിന്നെ മാത്രമല്ല, നമ്മൾ കുറച്ച് പേര് കടന്നു പോകുന്നത് കാരണം പൊതുജനങ്ങൾക്ക് ഒരുപാട് പേര് കാത്തു നിൽക്കേണ്ടി വരിക, അവർക്ക് പോകേണ്ട വീടുകളിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി വരിക, ഈ തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇനി ഉണ്ടാവരുത് എന്നും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല കാര്യം, വളരെ നല്ല തുടക്കം തന്നെയാണ്. ഇനി ജനാധിപത്യ ഭരണമാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നതെന്ന് വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന് ഒരുപാട് മോടി കൂട്ടലുകളൊന്നും തന്നെ വേണ്ട, ചെറിയ അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം നടത്തിയാൽ മതി എന്നും ശ്രീ വി.ഡി. സതീശൻ സാറ് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, മറ്റെല്ലാ മന്ത്രിമാരുടെ മന്ദിരങ്ങളും അവരുടെ അക്കോമഡേഷനായിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ തന്നെയും ജസ്റ്റ് എന്താണോ അറ്റകുറ്റപ്പണി അത് ചെയ്താൽ മതി, വലിയ മോടി പിടിപ്പിക്കൽ ആർഭാടങ്ങളൊന്നും തന്നെ വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കാട്ടിക്കൂട്ടിയ കുറേ ആർഭാടങ്ങൾ അതൊക്കെ ജനകീയനായ ഒരു മുഖ്യമന്ത്രി തിരുത്തി കുറിക്കുകയാണ് ഇവിടെ. സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഈ നമ്മുടെ വി.ഡി. സതീശൻ സാറ് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞതുപോലെ എന്ത് സ്ഥാനം കിട്ടിയാലും ജനങ്ങൾ വെറുത്താൽ പോയി, വല്ല പ്രയോജനമുണ്ടോ? അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മന്ത്രി വി.ഡി. സതീശൻ സാർ അധികാരമേറ്റതിന് ശേഷം തുടർന്ന് വളരെ നല്ല മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് ഉണ്ടാകുമെന്നും തീർച്ചയായിട്ടും ഒരു ഹിറ്റ്ലർ ഭരണം അവസാനിച്ച് ജനാധിപത്യ ഭരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവിധ ഭാവുകങ്ങളും. ഇതുപോലുള്ള മറ്റ് അപ്ഡേറ്റ്സുകൾക്ക് നിങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ആരും ചെയ്യാതെ പോകരുത്. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, ബൈ.